in the morning with a smile on my face, feeling thankful for the love and the happiness we chase. Hello everyone, welcome back to my channel. Hope you all are doing great. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടാ. രാവിലെ തന്നെ ഞങ്ങൾ ഒരു ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിന്നപ്പോഴാണ് എൻ്റെ ഫ്രണ്ട് ഡോറിൽ വന്നിട്ട് ഒരു സൗണ്ട് കേട്ടത്. ഞാൻ പോയി നോക്കിയപ്പോൾ എനിക്കൊരു പാക്കേജ് ആയിരുന്നു കേട്ടോ. ഞാനിത് 2 വീക്സ് മുന്നേ ടെമോന്ന് ഓർഡർ ആക്കിയിട്ടുള്ള ഒരു കൊറിയർ ആയിരുന്നു. അത് 2 വീക്സ് മുന്നേ ചെയ്തെങ്കിലും അത് 2 വീക്സ് ഒക്കെ കഴിഞ്ഞു. ഭയങ്കര ഡിലേ ആയിട്ടാട്ടെ എനിക്ക് കയ്യിൽ കിട്ടിയത് തന്നെ. വേറൊന്നുമല്ല, ചെറിയ ചെറിയ കുറച്ച് ഐറ്റംസ് ആയിരുന്നു ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഓൺലൈൻ പർച്ചേസ് ഒന്നും എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ആളാണ്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്തിട്ട് അത് നമ്മുടെ ഇത്രയും നമ്മൾ വെയിറ്റ് ചെയ്ത് കൈ കിട്ടിയിട്ട് പിന്നെ എന്തെങ്കിലും സൈസ് ഇഷ്യൂവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡാമേജോ കാര്യങ്ങളോ വന്നിട്ട് വീണ്ടും അത് റിട്ടേൺ കൊടുക്കുക അല്ലെങ്കിൽ റീഫണ്ട് കൊടുക്കുക, പിന്നെ അതിന് വേണ്ടി വീണ്ടും വെയിറ്റ് ചെയ്യുക, ഇതൊക്കെ ഭയങ്കര ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കത് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് 2 ഫോൺ കേസും പിന്നെ കുറച്ച് ആക്സസറീസും ആയിരുന്നിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാനത് ടെമോയിൽ ജസ്റ്റ് ഒന്ന് സ്ക്രോൾ ചെയ്തപ്പോൾ കണ്ടിരുന്നതാണ്. എനിക്ക് സിലിക്കൺ കേസിനോട് ഭയങ്കര ഒരു അഡിക്ഷൻ ആട്ടോ. അപ്പം ഞാനത് എപ്പോഴും എനിക്ക് ഫോൺ കേസ് മാറ്റാനൊന്നും താല്പര്യമില്ല. അതുകൊണ്ടിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. അപ്പോൾ ഞാൻ 2 കേസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു അഡാപ്റ്റർ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, പിന്നെ ക്യാമറ ലെൻസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ചെയ്തതെങ്കിലും എനിക്ക് ഒരു നല്ല എക്സ്പീരിയൻസ് ആണ് കേട്ടോ ടെമോന്ന്. ഞാൻ ടെമോന്ന് ഫസ്റ്റ് ടൈം പർച്ചേസ് ചെയ്യുന്ന കേട്ടോ. ഇത് ഫോണിൻ്റെ ക്യാമറ ലെൻസാണ്. എനിക്കിതിൻ്റെ മുൻപത്തെ ഫോണിൻ്റെ ക്യാമറയുടെ ലെൻസ് ഭയങ്കരമായിട്ട് സ്ക്രാച്ച് വീഴുകയും പിന്നെ ഒരിക്കൽ നിലത്ത് വീണ് അതൊന്ന് ലെൻസ് പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ ഇനി സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് അഡ്വാൻസ് ആയിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ എനിക്കത് കേസ് ഇടുമ്പോൾ സ്യൂട്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു ബർഗണ്ടി കളർ ഫോൺ കേസും പിന്നെ ഒരു ബ്ലാക്ക് കളർ എനിക്ക് കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു കേസും ആയിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് വേണ്ടിയിട്ടുന്ന സാധനമായിരുന്നു ഇത് ഈ ഒരു അഡാപ്റ്റർ. നമ്മുടെ ഇന്ത്യൻ പ്ലഗ് സ്യൂട്ട് ആവുന്ന ഒരു അഡാപ്റ്റർ ആയിരുന്നു വേണ്ടിയിരുന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഐറ്റം ഭയങ്കര ഹെവി ആയിരുന്നു. അപ്പോൾ നമ്മുടെ ലാപ്ടോപ്പിൻ്റെ പ്ലഗ് കുത്തുമ്പോൾ അത് ചാടി പോകുന്നതുകൊണ്ടാണ് ഞാനത് പുതിയതൊരെണ്ണം ഓർഡർ ചെയ്തത്. ഇപ്പോൾ ഞങ്ങൾ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് പ്ലാൻ ചെയ്തിട്ട് എങ്ങോട്ട് പോകണം എന്നുള്ളൊരു പ്ലാനിങ് ആട്ടോ ഇപ്പം ഞാനും ഇക്കയും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ പ്രത്യേകിച്ച് പ്ലാനിങ്ങും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ ഞങ്ങൾ ഇറങ്ങിയിട്ടിട്ടാ. കാരണം വീക്കെൻഡ് ആകുമ്പോൾ ഞങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പുറത്തേക്ക് പോകണതും അല്ലെങ്കിൽ എന്തെങ്കിലും ഫുഡ് കഴിക്കേണ്ടതൊക്കെ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അങ്ങനെ ഒരു നീണ്ട പ്ലാനിങ്ങിൻ്റെ ഒടുവിൽ ഞങ്ങൾ തീരുമാനിച്ചു കാലിക്കറ്റ് സൺറിഡ്ജ് മാളിൽ പോകാമെന്ന് കേട്ടോ. കാരണം അവിടെ ചെന്നിട്ട് കുറച്ച് ഡ്രസ്സ് എന്തെങ്കിലുമൊക്കെ ഒന്ന് പർച്ചേസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇക്കാക്കും എനിക്കും ഒക്കെ കുറച്ച് ഡ്രസ്സും ഷൂസ് കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കാണാം കേട്ടോ. നാട്ടിലായിരിക്കും എപ്പോഴും ഇതേപോലെ പർച്ചേസും പിന്നെ പുറത്ത് പോവുക ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെയുള്ളൊരു റൊട്ടീനായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ അതിന് ഡ്രസ്സ് പർച്ചേസിങ് ഒന്നും അധികം ഉണ്ടായിട്ടില്ല. കാരണം നാട്ടിൽ നിന്ന് വന്നപ്പോൾ അത്യാവശ്യത്തിന് ഒരു ലോഡ് സാധനങ്ങളായിട്ട് ചുമന്നിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടാ. ഡ്രസ്സും അതേപോലെ ആക്സസറീസ് ഒരുപാട് ഇപ്പോൾ കിച്ചണിലേക്കുള്ള ഐറ്റംസ് ആയാലും ഒക്കെ ഞാൻ പുതിയത് തന്നെ എൻ്റെ ഇഷ്ടത്തിന് ഒരുപാട് വാങ്ങി ലഗേജ് അത്രയ്ക്ക് ഫില്ലാക്കിയിട്ടാട്ടോ ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞങ്ങൾ കയറി ചെല്ലണത് ഒരു കിഡ്സിൻ്റെ ഷോപ്പിലേക്കാട്ടോ. ഇക്കയുടെ ഒരു ഫ്രണ്ട് ഇപ്പോൾ നിലവിൽ ഇവിടെ ഉണ്ട് കേട്ടോ. ആൾക്കൊരു ബേബി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിവിടെ വന്ന സമയത്ത് ആള് നാട്ടിലായിരുന്നു കേട്ടോ. കൊച്ചിനെയും കൊണ്ട് നാട്ടിൽ പോയേക്കായിരുന്നു കേട്ടോ. ഇപ്പോൾ തിരിച്ചാൾ ഇവിടെ കാനഡയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെല്ലുമ്പോൾ ഗിഫ്റ്റ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. 3 to 4 months ഡ്രസ്സാണ് ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമുക്കത് ബെറ്ററായിട്ടൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അറ്റ് ലാസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു നമുക്ക് വേറൊരു ദിവസം വന്നിട്ട് പർച്ചേസ് ചെയ്യാമെന്ന് ഓർത്തിട്ട് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് ബേബിക്കുള്ള ഡ്രസ്സ് എടുക്കാതെ ആയിട്ട് തിരിച്ചു പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരു 5:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും വിശന്ന് പിന്നെ ഇനിയിപ്പോൾ എന്നാൽ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന് ഓർത്തിട്ട് പോവുകയാണ്. അങ്ങനെയാണ് ഷെസ് ചിക്കൻ ബിരിയാണിയുടെ കേസ് ഓർമ്മിപ്പിച്ചത് കേട്ടോ. ഞങ്ങൾ ഓൾറെഡി ഫുഡ് കഴിച്ചിരുന്നു വന്നപ്പോൾ തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ചിക്കൻ ബിരിയാണി മറ്റും നമുക്കെന്ന് ഷവർമയാക്കാമെന്ന് ഓർത്തിട്ട് യൂബർ ഈറ്റ്സിൽ നമ്മൾ ഷവർമ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളി സാധനമായിരുന്നു. നമ്മുടെ നാട്ടിൽ കഴിച്ചതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഐറ്റം ആയിരുന്നു കേട്ടോ. അടിപൊളി ഫില്ലിങ് ആട്ടോ നമുക്കിത് കഴിച്ചാൽ. അങ്ങനെ നമ്മൾ വിചാരിച്ചു എന്നാൽ കുറച്ച് നേരം പുറത്തേക്കൊക്കെ ഒന്ന് പോവാം എന്നൊക്കെ ഓർത്തിട്ട് അങ്ങനെ പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങിയതാട്ടോ. ഞാനിപ്പോൾ എവിടെ പോയാലും ഈ വാട്ടർ ബോട്ടിലായിട്ടാട്ടോ പോണത്. ഇവിടുത്തെ ക്ലൈമറ്റ് ആയതുകൊണ്ടും ഡീഹൈഡ്രേഷൻ വന്നിട്ട് ഭയങ്കര ഇടങ്ങറായി പോയിട്ടോ ഞാൻ 2 ദിവസം മുന്നേ. അങ്ങനെ ഷെസു അവിടെ നിന്ന് കളിക്കും, ഞാൻ ഇവിടെ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ കണ്ടന്റ്സ് പ്ലാൻ ചെയ്യും. അങ്ങനെ കുറച്ചൊക്കെ പരിപാടികളാട്ടോ. ഹലോ ഗൈസ് പറ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പറ. എന്താ
വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ ശരിക്കും മറന്നുപോയി കേട്ടോ. അപ്പോൾ ബാക്കി ഞാൻ കണ്ടിന്യൂ ചെയ്യണത് തിരിച്ച് വീട്ടിലേക്ക് പോകാൻ നേരത്താണ് കണ്ടിന്യൂ ചെയ്യണ വീഡിയോ കേട്ടോ. പിന്നെ എനിക്ക് ഇതിനകത്തൊരു കാര്യം പറയാനുണ്ട്. നമ്മുടെ ചാനൽ ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അവരെല്ലാവരും മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അങ്ങനെ നമ്മൾ രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് ഇപ്പോൾ തിരിച്ച് പോണത്. വീട്ടിലേക്ക് കയറുന്നതിന് മുമ്പ് ഇപ്പോഴത്തെ മെയിൻ പരിപാടിയായിട്ട് ബെറീസ് പറിക്കുക എന്നുള്ളത്. നമ്മുടെ കൂട്ടികളിൽ ഒരുപാട് ബെറീസ് ഉണ്ടായിരുന്നു ഇപ്പം ഉണ്ട് കേട്ടോ. ആപ്പിൾ ഉണ്ട്, പക്ഷെ ആപ്പിളൊന്നും ഇപ്പോൾ വലുതായിട്ടില്ല. ഇപ്പോൾ ഉള്ളത് ബെറീസാണ്. നല്ല ടേസ്റ്റായിട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഇതിന് മുമ്പ് കഴിച്ചിട്ടില്ല. ഇത് എന്ത് ബെറിയാന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ. എന്തായാലും സ്ട്രോബെറി അല്ല. അപ്പോൾ ഇതിൻ്റെ പേരറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷെസു ആണ് എന്നെ വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ ഓർമ്മിപ്പിച്ച് ഇന്ന് ബെറി പറിച്ചില്ല എന്നുള്ള കാര്യം കേട്ടോ. അങ്ങനെ ഷെസു അവിടെ ഇരുന്ന് ബെറീസൊക്കെ പറിച്ചു. ഞങ്ങൾ അങ്ങനെ കുറച്ചിട്ടാ പറിച്ചിട്ടുള്ളൂ. ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ തിരിച്ചു തന്നെ റൂമിലേക്ക് കയറുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ നൈറ്റത്തേക്ക് ഇനിയിപ്പോൾ ഒന്നും വേണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷത്തിലാട്ടെ ഞാൻ കയറിയപ്പോൾ ചെന്ന് ഷെസുവിനെ ഒന്ന് ഫ്രഷ് ആക്കിക്കണം. അതൊക്കെ തന്നെയാണ് ഇനിയിപ്പോൾ മെയിൻ പരിപാടി. ഷെസു കുളിയൊക്കെ കഴിഞ്ഞിട്ട് അവിടെ ഇരുന്ന് കരച്ചിലാട്ടോ. അവൻ ഓടിയ സമയത്ത് അവനൊന്ന് വീണിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കാലിൽ മുറിവായിട്ട് വേദനിക്കുന്നെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് കരച്ചിലാട്ടാ. പിന്നെ ലഞ്ച് ഇന്ന് 1-2 തവണ കഴിച്ചതുകൊണ്ട് തന്നെ ഞാൻ അവലും പഞ്ചസാരയും തേങ്ങയൊക്കെ ഇട്ടിട്ട് ആ സംഭവമായിട്ട് കഴിക്കണേ. ഷെസുവിന് ചോറ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കിടക്കാൻ വേണ്ടി പോവാട്ടാ. ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു മോയ്സ്ചറൈസർ ആട്ടെ. എൻ്റെ ഫേസൊക്കെ ഭയങ്കര ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് എന്തായാലും കൊണ്ടുവന്നു. അപ്പം നമുക്ക് നൈറ്റൊക്കെ ഇത് ഇടാൻ വേണ്ടിയിട്ട് നല്ലതാട്ടോ. പക്ഷെ പകൽ ഇത് ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ ഒട്ടും സ്യൂട്ടാവില്ല കേട്ടോ. അത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോൾ ടാറ്റാ.